മന്നം സമാധി വിവാദത്തിൽ മറുപടിയുമായി NSS. മന്നം സമാധിയിൽ പ്രമുഖരെ കയറ്റിട്ടില്ലെന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അജ്ഞത കൊണ്ട് പെരുന്നയിൽ നടന്ന മന്നം സമാധിയിൽ സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തിയിരുന്നുവെന്നും പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഹാളിൽ അനുവാദമില്ലാതെ എത്തിയപ്പോഴാണ് സുരേഷ് ഗോപിയെ തടഞ്ഞതെന്നും NSS പറയുന്നു. സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സമീപകാലത്തുണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് NSSന്റെ ഔദ്യോഗികമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ NSSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിവാദങ്ങൾ, പ്രത്യേകിച്ച് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ സുകുമാരൻ നായർ വിശിഷ്ടാതിഥികളെ പോലും അനുവദിക്കുന്നില്ല എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതിൽ ഉപരാഷ്ട്രപതിക്കും ഒപ്പം തന്നെ CV ആനന്ദബോസിനും സുരേഷ് ഗോപിക്കുമൊക്കെ പ്രവേശനം നിഷേധിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണം വരുന്നതിനിടയിലാണ് ഔദ്യോഗിക വിശദീകരണവുമായി NSS രംഗത്ത് വന്നത്. CV ആനന്ദബോസ് മുമ്പ് ഗവർണറാകുന്ന വേളയിൽ NSSൽ സന്ദർശനം നടത്തിയിരുന്നുവെന്നും ഒരുപാട് സമയം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി സംസാരിച്ചിരുന്നുവെന്നും ഇതിന്റെ ഫോട്ടോകൾ ലഭ്യമാണ് എന്നും, എന്നാൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനെ കുറിച്ച് ആനന്ദബോസ് തങ്ങളുടെ അഭിപ്രായം പങ്കുവച്ചിരുന്നില്ല എന്നുള്ളതുമാണ് ആ കാര്യത്തിൽ NSS ഫേസ്ബുക്ക് പേജിലൂടെ നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. ചങ്ങനാശ്ശേരിയിൽ മറ്റൊരു പരിപാടിക്ക് വരുന്ന വേളയിൽ NSSലെത്തി മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താനായിരുന്നു ഉപരാഷ്ട്രപതിയുടെ തീരുമാനം. എന്നാൽ NSSനെ അറിയിക്കാതെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഡോഗ് സ്ക്വാഡുമായി പരിശോധന നടത്താൻ മന്നം സമാധിയിൽ എത്തുമ്പോഴാണ് NSS ഈ കാര്യം അറിയുന്നത്. അത്തരത്തിൽ ഒരു അറിയിപ്പല്ല NSSനെ അറിയിക്കേണ്ടിയിരുന്നത്. നേരത്തെ തന്നെ NSSനെ അറിയിച്ച കാര്യങ്ങൾ തീരുമാനിക്കുകയായിരുന്നുവെങ്കിൽ സന്ദർശനം നടത്താൻ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുമായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു അറിയിപ്പ് ഉപരാഷ്ട്രപതി ഓഫീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. അതാണ് അന്ന് തടസ്സമായി മാറിയത് എന്നും NSS ഈ ഫേസ്ബുക്ക് പേജിൽ കുറിപ്പായി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ സുരേഷ് ഗോപിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹം മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതാണ്. എന്നാൽ NSSന്റെ പ്രതിനിധിസഭാ യോഗത്തിൽ പ്രതിനിധിസഭാ അംഗങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത്. ആ പ്രതിനിധിസഭാ യോഗത്തിലേക്ക് സുരേഷ് ഗോപി എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്നും NSS വിശദീകരിക്കുന്നുണ്ട്. മറിച്ചുള്ള ആരോപണങ്ങൾ, വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരുപറ്റം ആളുകൾ NSSനെ ബോധപൂർവം മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള പ്രചരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും NSSന്റെ പേരിൽ പുറത്തിറക്കിയ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉമ.